9 to 5 ജോബിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് അസുഖങ്ങളുണ്ട്. അതായത് ദിവസവും ഇരുന്നു കൊണ്ടുള്ള വർക്കാണ്. നിങ്ങളുടെ 20s ലേറ്റ് 40s-ലും 50s-ലൊക്കെ വരാനുള്ള നിങ്ങളുടെ ഈ ലൈഫ് സ്റ്റൈലിലൊന്നും ചേഞ്ചസ് വരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് അസുഖങ്ങളുണ്ട്. അതിലൊന്നാമത്തത് നമ്മുടെ ബാക്ക് പെയിൻ തന്നെയാണ്. നിങ്ങൾ ഒത്തിരി നേരം ലാപ്പിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഒക്കെ മുന്നിൽ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഇരുത്തത്തിൻ്റെ പോസ്റ്ററൊന്നും ശരിയായിട്ടില്ലെങ്കിൽ ഡിസ്ക് ബൾജ്, അതുപോലെ തന്നെ സ്റ്റിഫായിട്ടുള്ള ജോയിൻറ്റ്സ്, ഹെർണിയേറ്റഡ് ഡിസ്ക് പോലത്തെ ഒക്കെ വന്നിട്ട് അതികഠിനമായിട്ടുള്ള നടുവേദന കാര്യങ്ങളൊക്കെ ലേറ്റർ ഓൺ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊന്നാണ് വെയിറ്റ് ഇൻക്രീസ് ചെയ്യും. കാരണം മെറ്റബോളിസം സ്ലോ ഡൗൺ ആയിരിക്കും. നമ്മൾ അധികം നടത്തവും കാര്യങ്ങളും മൂവ്മെൻറ്റ്സ് ഒക്കെ വളരെ കുറവായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ മെറ്റബോളിസം വളരെ കുറവായിരിക്കും. ബെല്ലി ഫാറ്റ് ഒക്കെ കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസും ഡയബറ്റിക്സ് ഒക്കെ വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സും കൂടുതലാണ്. ഹാർട്ട് ഡിസീസിൻ്റെ റിസ്ക് കൂടുതലാണ്. കാരണം സർക്കുലേഷൻ കുറവായിരിക്കും. നമ്മളെപ്പോഴും ഇരിക്കുന്ന വർക്കാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇരുത്തം വളരെ കൂടുതലാണെങ്കിൽ സർക്കുലേഷൻ കുറയാനും ഭാവിയിൽ ഹാർട്ടിൻ്റെ ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. കാല് നന്നായിട്ട് നീര് വെക്കുക, അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ വരിക, അതുപോലെ തന്നെ ഡീപ്പ് വെയിൻ ത്രോംബോസിസിനുള്ള ചാൻസും ഉണ്ട്. അടുത്തത് ഡൈജഷൻ ഇഷ്യൂസും ബ്ലോട്ടിങ്ങും. ഭക്ഷണം കഴിച്ച ഉടനെ അല്ലെങ്കിൽ നിങ്ങളൊരു ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച ഉടനെ പിന്നെയും പോയിട്ട് ലാപ്പിന് മുന്നിൽ തന്നെ ഇരിക്കും. അവിടെ മൂവ്മെൻറ്റ്സ് ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാകും. പിന്നെ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകും. അതുപോലെ തന്നെ ബ്ലോട്ടിങ്ങിൻ്റെ ഇഷ്യൂസും ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ നിങ്ങളിൽ വരാനുള്ള സാധ്യതകളുണ്ട്.